ജീവന് വേണ്ടി ഓടിയൊരു മനുഷ്യനാണ് ദാവീദ്. തന്റെ അമ്മായപ്പൻ ശൗൽ തന്നെ കൊല്ലുവാൻ വേണ്ടി നോക്കുന്ന നിമിഷം അവൻ ജീവന് വേണ്ടി പലയിടങ്ങളിൽ ഓടി. കാടുകളിൽ വസിച്ചു, ഗുഹകളിൽ വസിച്ചു, പലയിടത്തും ഒളിച്ചൊളിച്ച് താമസിക്കുന്ന ഒരു അനുഭവം തന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഒരിക്കൽ താൻ ഓടി ഓടി ഒരു പുരോഹിതനടുക്കിലെത്തി. അവിടെ വെച്ച് ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം താൻ തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകേണ്ടതിന് ആ പുരോഹിതൻ കൊടുത്തത് പണ്ട് ഗോലിയാത്തിനെ കൊന്ന വാളായിരുന്നു. ആ വാള് കണ്ടിട്ട് ദാവീദ് പറഞ്ഞൊരു വാക്കുണ്ട്, ഇതിന് തുല്യം വേറെ എന്താ ഉള്ളത്? ഇത് ദാവീദ് പറഞ്ഞൊരു വാക്ക്. പക്ഷെ ഇങ്ങനെ പറഞ്ഞ ദാവീദിന് താൻ ചുമലിൽ ചുമന്ന പണ്ട് ഗോലിയാത്തിനെ കൊന്ന വാളുകൊണ്ട് തന്റെ ജീവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. താൻ വരുന്നു എന്ന് ഉള്ള വാർത്ത മറ്റൊരു രാജാവ് കേട്ടപ്പോൾ ആ രാജാവ് ദാവീദിനെ കൊല്ലുമെന്ന് ദാവീദിന് ഭയം പിടിച്ചിട്ട് ഒരു ഭ്രാന്തരെ പോലെ അഭിനയിച്ച് അവിടെ നിന്നോടി ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. അപ്പോഴും തന്റെ തോളിൽ കിടക്കുന്ന ഗോലിയാത്തിന്റെ തല കണ്ടിച്ച വാളിന് തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവൻ ഭയം ഓടേണ്ടി വന്നു. എന്നെ കേൾക്കുന്ന ദൈവവേദന, പണ്ട് ചെയ്ത വീര്യപ്രവൃത്തികളും പണ്ട് ചെയ്ത വലിയ വലിയ കാര്യങ്ങളും ഓർത്തുകൊണ്ട് അതിന്റെ മെമ്മറീസിൽ നീ ജീവിക്കരുത്. ഇന്ന് സ്വർഗത്തിലെ ദൈവം നിനക്ക് വച്ചിരിക്കുന്ന ട്രാക്കിലേക്ക്, നിന്റെ ഡെസ്റ്റിനിയിലേക്ക് എത്തുവാൻ പഴയ നിന്റെ വിജയങ്ങൾ സഹായിച്ചെന്ന് വരത്തില്ല. പക്ഷെ ഞാൻ നിന്നോട് ഒരു ഉറപ്പ് പറയുന്നു. 34-ാമത്തെ സങ്കീർത്തനത്തിൽ താൻ പറയുന്നൊരു കാര്യമുണ്ട്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുക. ഗോലിയാത്തിനെ കൊന്ന വാളുകൊണ്ടല്ല, പകരം ദൈവം തന്റെ ജീവിതത്തിൽ കരുതിയ കരുതലുകളായിരുന്നു ഏറ്റവും വലുത്. താൻ യുദ്ധത്തിന് പോകുമെന്നെ ദൈവത്തോട് ചോദിക്കാനിടയായി തീർന്നു, ദൈവമേ, യഹോവേ, ഞാൻ യുദ്ധത്തിന് പോകണമോ? യഹോവ പറയും, നീ ഇതിന് പൊക്കോ, അവരെ ഞാൻ നിന്റെ കരുതിൽ തന്നിരിക്കുന്നു. ചിലയിടങ്ങളിൽ ദൈവം പറഞ്ഞ് പോകരുത്. ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, ദാവീദിനെ പരിപാലിച്ചതും സംരക്ഷിച്ചതും പണ്ട് ഗോലിയാത്തിനെ കൊന്ന വാളല്ല, പകരം ദൈവവുമായിട്ട് അവരുണ്ടായിരുന്ന അഭേദ്യമായ ബന്ധമായിരുന്നു. നിങ്ങൾക്ക് ആ ബന്ധമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടൊന്ന് ചലഞ്ച് ചെയ്ത് പറയുന്നു, ആരുടെ കരത്തിൽ നിന്നും ഏത് സാഹചര്യത്തിൽ നിന്നും വിടുവിക്കുന്ന ദൈവത്തിന്റെ കരം നിങ്ങളുടെ കൂടെ ഉണ്ട്. ഗോഡ് ബ്ലസ് യു.